ഹായ് എവരിവൺ. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് എക്സാം മാറ്റങ്ങളോടുകൂടി വീണ്ടും ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഒരു 50 ദിവസം കൂടി നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് കിട്ടിയെന്ന് വേണം ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ മനസ്സിലാക്കാൻ. ഓഗസ്റ്റ് 21 തുടങ്ങി സെപ്റ്റംബർ 4 തീയതി വരെയുള്ള തീയതികളിലായിട്ട് CBT മോഡിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. OMR എക്സാം നടന്നപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു, പല രീതിയിലുമുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ലീക്ക് ആവുന്നത് പോലെയുള്ള ഡിസഡ്വാൻറ്റേജുകളും OMR ബബിള് ചെയ്യുന്നതിൽ ഉണ്ടായ എററുകളും ബബിള് ചെയ്യാൻ എടുക്കുന്ന അധിക ടൈമും ഒക്കെ പറയുകയുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റത്തെ നമ്മൾ സ്വാഗതം ചെയ്യാണ് വേണ്ടത്. ഇതുവരെ കുറെ സൈക്കിളുകളിലായിട്ട് CBT മോഡിൽ തന്നെയാണ് പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്. OMR എക്സാം നടത്തുകയും അതില് മിസറബിൾ ആയിട്ട് ഫെയിൽ ചെയ്യുകയും ചെയ്തു എന്ന് വേണം പറയാൻ. റീ എക്സാം കണ്ടക്ട് ചെയ്ത് വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് നെറ്റ് പരീക്ഷയുടെ കേസിൽ. അതുകൊണ്ട് തന്നെ ആവണം വീണ്ടും CBTയിലേക്ക് തിരിച്ചു പോകുന്നത്. CBT മോഡിലെ പരിമിതികളൊക്കെ പറയാതെ തന്നെ അറിയാം. എന്നാൽ ആ പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് അതിനെ അതിജീവിക്കുവാനുള്ള വഴികളും നമ്മൾ തയ്യാറെടുപ്പോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. ടെക്നിക്കലായിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, സ്ക്രോൾ ചെയ്യേണ്ടി വരും. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ OMRനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് അതിൽ പെർഫോം ചെയ്യാം. ബബിൾ ചെയ്യുന്നതിലെ എററുകൾ തിരുത്താനാവില്ലെങ്കിൽ CBTയിൽ അത് തിരുത്താം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട്. ഇനിയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി സാധിക്കും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാര്യം ഇത് ജൂൺ സൈക്കിളിന്റെ റീഷെഡ്യൂൾ ചെയ്ത എക്സാം ആണ്. ഡിസംബർ സൈക്കിളിലേക്ക് അതും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നടക്കുന്നുണ്ടാവണം. CBT മോഡ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗം റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു 30 to 40 ഡേയ്സിനുള്ളിൽ NTA ഭാഗത്ത് നിന്ന് പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെപ്റ്റംബർ ഒടുവിലായിട്ടോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ ഭാഗത്തായിട്ടോ നമുക്ക് റിസൾട്ടും പ്രതീക്ഷിക്കാം. ഡിസംബറിലേക്കുള്ള നടപടികൾ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് മോഡിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ പ്ലസിന്റെ ഭാഗത്ത് നിന്ന് കോഴ്സുകളും ട്രെയിനിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകളും വീഡിയോകളും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും. അടുത്തൊരു ചോദ്യമാണ്, പരീക്ഷയുടെ തീയതി നമ്മൾ സെന്റർ സെലക്ട് ചെയ്തത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതിനുള്ള ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. CBT മോഡായപ്പോൾ കൂടുതൽ സെന്ററുകൾ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ ലൊക്കേഷനുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇതുവരെ CBSE സ്കൂളുകളായിരുന്നു സെന്റർ ആയതെങ്കിൽ ഇനി എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ ഉള്ള ലാബ് ഫെസിലിറ്റി ഉള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ ഉള്ള സ്ഥാപനങ്ങളായിരിക്കും സെലക്ടഡ് ആവുക. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. മറ്റ് ചേഞ്ചുകൾ വരുത്താൻ ഇനി അവസരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻപ് പരീക്ഷ എഴുതാതിരുന്നവർക്കും ഇത്തവണ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. സ്ഥിരം വരുന്ന ചോദ്യങ്ങളിൽ കുറച്ചെണ്ണം അഡ്രസ് ചെയ്തു എന്ന് മാത്രം. ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് അറിയാൻ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. NTA സാധാരണഗതിയിൽ ഒരാഴ്ച മുമ്പായിരിക്കും പരീക്ഷയുടെ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക. 3-4 ദിവസങ്ങൾക്ക് മുൻപായിരിക്കും, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആയിരിക്കും ഇന്റിമേഷൻ സ്ലിപ്പ്, സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പും പരീക്ഷയ്ക്ക് 3 ദിവസങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് നൽകുന്നത്. അതൊക്കെ അതിന്റെ മുറപ്രകാരം നടക്കും. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്, ഒരവസരം കൂടി ലഭിച്ചതാണെന്ന് കരുതുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോജനപ്രദമാകുന്നത്. ഈ റേസിൽ മുന്നിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോസസ് എൻജോയ് ചെയ്ത് പഠനം കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും മികച്ചൊരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. നിങ്ങളുടെ കൺസേൺസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്